കുനിഞ്ഞിട്ടൊന്നും ഊരാൻ വയ്യാക്കളെ. വയ്യ ഊക്കാനൊന്നും. ഊക്കണം 4 ചുറ്റും തൂത്ത് വരുമ്പോഴത്തേക്ക് അമ്മയുടെ നാട് ഓടിയും മക്കളെ. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഒത്തിരി നാളായില്ലയോ കണ്ടിട്ട്. ഇന്ന് അമ്മ മൊത്തത്തിൽ തിളങ്ങി നിൽക്കുമല്ലയോ. നമ്മുടെ തിളങ്ങുന്ന ഓറഞ്ച് എന്തൊക്കെ കളറാണ്. സാരിയും ഇല്ലാണ്ട ചുവന്ന പൊട്ടും അമ്മ മൊത്തത്തിൽ ഒന്ന് തിളങ്ങിയിരിക്കുക. ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോകാൻ വേണ്ടി അമ്മ ഒന്ന് തിളങ്ങിയതാ. കൊള്ളാവോ? അമ്മയ്ക്ക് ചേരുന്നുണ്ടോ? എന്തായാലും പുതിയ വിശേഷം, ഒരു വലിയ വിശേഷം ഉണ്ട് മക്കളെ. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് താഴെ ഒരുത്തി വന്നിറങ്ങിയിട്ടുണ്ട്. അമ്മയുടെ മരുമോള് അവള് വന്നിട്ടുണ്ട്. അവള് നമ്മളന്ന് ആദ്യം പറഞ്ഞില്ലായിരുന്നോ, അതിട്ടപ്പോൾ അവൾക്കങ്ങ് വിഷമമായെന്ന്. അമ്മയെ കണ്ടോളാൻ വയ്യെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. ആ സത്യം പറഞ്ഞ അമ്മ വീഡിയോ ഒന്നും ഇടാന് ഇപ്പം ഞാൻ അറിയാതെയാ ഇടുന്നത്. ഞാൻ അത് കേട്ടാൽ മതി അപ്പോഴേ അയ്യോ അമ്മേ എന്തോ ഒരു സ്നേഹം ഒലിപ്പിച്ചുകൊണ്ടിഞ്ഞ് വരും. ഇത് പോവാൻ നേരത്ത് അമ്മായിയമ്മയോടുള്ള സ്നേഹം കാരണം മരുമോള് ഒരുക്കി വിട്ട. അമ്മക്ക് അറിഞ്ഞൂടെ അവളുടെ അഭിനയൊക്കെ. ഞാൻ ഇവിടെ നിന്ന് പോവാൻ നേരത്ത് തുണിയൊക്കെ കഴുകിയിട്ടിട്ടാ പോയ. അവള് ഇതിനകത്തിരുന്ന് കെട്ടില്ലമ്മ ടിവിയും കണ്ടോണ്ടങ്ങ് ഇരുന്ന്. എങ്കിൽ ആ മഴ പെയ്തപ്പം ഇവളെന്നോട് സ്നേഹമുള്ളവളാണെങ്കിൽ ഇവൾ ഈ തുണിയൊക്കെ കിടക്കുന്ന ഒന്ന് പറക്കി അങ്ങോട്ടിടാവോ? അതേപോ അവിടെ കയറി കാലും വെച്ച് ടിവിയും കണ്ടോണ്ടങ്ങ് കിടന്നു. ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ അപ്പം വരും സ്നേഹം കാണിക്കാനായിട്ട്. അതുകൊണ്ട് കാണാതെ ഞാൻ ഇവിടെ വന്നിരുന്നേ. അതൊക്കെ പോട്ടെ, നമുക്ക് എന്നിട്ട് പണിയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് ഇത് ഊരിയിട്ടാൽ ഞാൻ പിന്നെ കയ്യിലും ഓർത്തുമൊക്കെ അതൊക്കെ എടുത്ത് വീഡിയോ എടുക്കുന്നിങ്ങനെ. അതാ പിന്നെ ഇതങ്ങ് ഊരിയിടാതെ അങ്ങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോക്കളെ. ഇന്ന് ഇച്ചിരി പണിയൊക്കെ ഉണ്ട്. ഇത് കൊടുത്തോണ്ട് എങ്ങനെ പണിയെടുക്കുന്നത് അവയ്ക്ക് അറിയത്തില്ല മക്കളെ. നമ്മളെ വീട്ടിൽ ഇത് വിട്ടോണ്ടാണ് അതാ പണിയെടുക്കുന്നേ. എന്തായാലും അമ്മ നോക്കട്ടെ, മക്കളെ കണ്ടോണ്ടിരിക്കും. ശരി, അമ്മ പണിയൊക്കെ ചെയ്തിട്ട് വരാം. നോക്ക്, അമ്മ പറഞ്ഞത് കള്ളാണോന്ന്. ഇത് രാവിലെ കഴുകിയെടുത്ത് ഇട്ടതാ. അവളവിടെ കുത്തിയിരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരുന്ന്. പിന്നെ നനഞ്ഞ കുതിർന്ന കിടന്ന് ഞാൻ പിന്നെ എടുത്ത് ഉണക്കി. ഇപ്പോൾ വെയിൽ കണ്ടപ്പോൾ എടുത്ത് ഉണങ്ങാൻ എടുത്ത് ഇട്ടയാ. വന്നതും കണക്കാ, നിന്നതും കണക്കാ. എൻ്റെ പൊന്നു മക്കളെ, അമ്മയ്ക്ക് ഇതിനെ കൊണ്ടൊന്നും വയ്യ. എന്തായാലും കൊള്ളാം. ഞാൻ എന്തായാലും പറഞ്ഞത് നിങ്ങൾക്ക് നുണയല്ലെന്ന് മനസ്സിലായ മക്കളെ. അമ്മയെന്ന് ഒരാളെ പരിചയപ്പെടുത്തി തരാം മക്കളെ. ഇതെന്റെ കൊച്ചുവാനാ. മറ്റേ പറഞ്ഞില്ലായിരുന്നോ അല്ല പൂലാന്തേവി വന്നിട്ടുണ്ടെന്ന്, അവളുടെ മോന. പേര് അമ്പാടിന്ന്. അമ്മുമ്മയുടെ കൊച്ചോനെ. അമ്മയുടെ മോനെ കണ്ടാ അവിടെ. അമ്മയുടെ യൂട്യൂബിലെ കുറേ ചേച്ചിമാരും ചേട്ടന്മാരും ബാബുമാരും എല്ലാവർക്കും ഒരു ഹായ് പറയേ. ഹായ്ന്ന് പറ പോലെ. പാവച്ചക്കൻ നമ്മള് പറയുന്നതിനപ്പുറത്തോട്ട് നിൽക്കത്തില്ല. പാവം പോലെ അവളുടെ കൂട്ടല്ല കേട്ടോ. സ്നേഹമൊക്കെ ഉള്ള കൊച്ച. അമ്മെങ്കി ജോലിയൊക്കെ ചെയ്യട്ടെ. അപ്പൊ ടാറ്റ വിടുവാനെ. ടാറ്റന്ന് പറ. ശരി മക്കളെ, ശരി. ഒരു പറ പോലെ മുറ്റം കിടപ്പുണ്ട് മക്കളെ. അപ്പൊ മുറ്റമൊക്കെ അടിക്കാം ആദ്യം. ചിരിയുള്ള ചൂല ഓല കിട്ടാനില്ല ഇപ്പം. ഇവിടെ മൊത്തവും ഇനി തൂക്കണം. 4 ചുറ്റും തൂത്ത് വരുമ്പോഴത്തേക്ക് അമ്മയുടെ നാട് ഓടിയും മക്കളെ. എന്തോ ചെയ്യാനാ, ഞായി പോയില്ലയോ. തൂത്തിട്ട് വരാം മക്കളെ. കുരിഞ്ഞിട്ടൊന്നും ഊരാൻ വയ്യാക്കളെ. വയ്യ തൂക്കാനൊന്നും. പിന്നെ അങ്ങ് ആവതില്ലെങ്കിൽ ഒന്നും ചെയ്യുന്നയാ. അല്ലാതെ ആരെയാ ചെയ്യാനാ ഇതൊക്കെ. ഇളം തൊട്ടിന് അങ്ങ് വരെ കിടപ്പുണ്ട്. അയ്യോ.